ഓക്കെ, സോ നമ്മുടെ ഡ്രാമ എന്ന് പറയുന്ന യൂണിറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ഇസ് നോട്ട് റിട്ടൺ ബൈ കോൺഗ്രീവ്? അപ്പോൾ അതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ദ വേ ഓഫ് ദ വേൾഡ്. സെക്കൻഡ് ഓപ്ഷൻ, ദ ഓൾഡ് ബാച്ചുലർ. തേർഡ്, ലവ് ഫോർ ലവ്. ആൻഡ് 4, ദ റീലാപ്സ്. അപ്പം ഈ 4 വർക്കിൻ്റെയും സമ്മറി നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് നോക്കണം. പിന്നെ വില്യം കോൺഗ്രീവിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വേ ഓഫ് ദ വേൾഡിൻ്റെ സമ്മറിയും ക്യാരക്ടേഴ്സും ആയിരിക്കും. സോ ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് വില്യം കോൺഗ്രീവിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ ഒരു സെറ്റൈറിക്കൽ വർക്കാണ്. ഒരു പ്രിവിലേജ് ക്ലാസ്സിൻ്റെ ഷോർട്ട് കമ്മിങ്സിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മിറബലും മിലമെൻറ്റും ലവേഴ്സാണ്. അപ്പോൾ അവർക്ക് ഇൻഹെറിറ്റൻസ് ഒന്നും കളയാതെ കല്യാണം കഴിക്കണം. മിറബലിനാണ് ബോയ്, ബെൽ, ബി ഫോർ ബോയ്. മിലമെൻ്റ് ഗേളാണ്. പക്ഷെ മിലമെൻറ്റിൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, ഒരു ലേഡി വിഷ്ഫോർഡ്. ആ പെണ്ണുമ്പിള്ള ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അപ്പം നമ്മളവർക്ക് ഈ മിലമെൻറ്റിൻ്റെ ആൻറ്റിയുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. പക്ഷേ ഈ തള്ളയുടെ അപ്രൂവൽ കിട്ടിയാലേ ഈ ഫോർച്യൂൺ ഇവരുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. ഈ ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്, ദ വേ ഓഫ് ദ വേൾഡ് ഇസ് എ റിസ്റ്റോറേഷൻ കോമഡി റിട്ടൺ ബൈ വില്യം കോൺഗ്രീവ്. ഇപ്പം മിറബിൾ ആൻഡ് ഫെയ്നോൾ ഇങ്ങനെ കാർഡ് പ്ലേ ചെയ്യുന്നത് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മനുഷ്യൻ കയറി വന്നിട്ട് മിറബലിൻ്റെ അടുത്ത് പറയും, മിറബലിൻ്റെ സെർവൻ്റായ വൈറ്റ് വെല്ലും ഈ ലേഡി വിഷ്ഫോർട്ടില്ലേ, ഈ മിലമെൻറ്റിൻ്റെ അമ്മായി, അവരുടെ സെർവൻ്റായ ഫോയിബിൾ, അങ്ങനെ 2 വേലക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മിറബലിൽ ഫെയ്നോളിനോട് മിറബലിന് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയും. അപ്പോൾ തന്നെ മിറബലിന് മനസ്സിലാവുകയാണ് ഈ ലേഡി വിഷ്ഫോർട്ട് എന്ന് പറയുന്ന ഈ തള്ള ഇവർ മിലമെൻറ്റിൻ്റെ ആൻറ്റി സമ്മതിച്ചാൽ മാത്രമേ മിലമെൻറ്റിന് അവളുടെ ഒരു ഫോർച്യൂൺ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഈ പ്ലേയുടെ സെക്കൻഡ് ആക്റ്റിൽ മിസ്സസ് ഫെയ്നോളും മിസ്സസ് മാർവുഡും കൂടെ ഇവിടെ ഇരുന്ന് ആണുങ്ങൾ അവർക്ക് ആണുങ്ങളോടുള്ള അബ്ഹറൻസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഫെയ്നോൾ വന്നിട്ട് ഈ മിസ്സസ് മാർവുഡിനെ കുറ്റപ്പെടുത്തുവാണ്. മിസ്സസ് മാർവുഡിന് ഈ മിറബൽ എന്ന് പറയുന്ന ചെറുക്കനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അക്യൂസ് ചെയ്യുവാണ്. അപ്പോൾ ആ സമയത്ത് ഈ മിസ്റ്റർ ഫെയ്നോളിൻ്റെ ഭാര്യ മിസ്സസ് ഫെയ്നോൾ പറയുവാണ് അവർക്ക് അവരുടെ ഭർത്താവിനെ കാണരുതെന്ന് മിറബലിനോട് പറയുവാണ്. അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ ഈ ലേഡി വിഷ്ഫോർട്ടില്ലേ, മിലമെൻറ്റിൻ്റെ ആൻറ്റീനെ ട്രിക്ക് ചെയ്യണം എങ്ങനെയെങ്കിലും മിറബലിൻ്റെയും മിലമെൻറ്റിൻ്റെയും കല്യാണത്തിന് സമ്മതിക്കാനായിട്ട്. അതിനൊരു പ്ലാൻ ഇടുവാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ ഫോയിബിളില്ലേ, വേലക്കാരൻ, എൻകറേജിങ് ലേഡി വിഷ്ഫോർട്ട് ടു മാരി സർ റോളൻഡ് എന്ന് പറയുന്ന ആളെ കല്യാണം കഴിക്കാൻ എൻകറേജ് ചെയ്യുവാണ്. അപ്പോൾ ഇവരുടെ പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ആൻറ്റി ഉണ്ടല്ലോ, ലേഡി വിഷ്ഫോർട്ടിനെ ഒരു കല്യാണ ട്രാപ്പിലേക്ക് കൊണ്ടുവന്ന് ചെല്ലിക്കുക. അത് ഇങ്ങനെ ഈ ഒരു കല്യാണത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് വോണ്ട് ഗോ അഹെഡ് ആസ് ഇറ്റ് വിൽ ബി ബൈഗമി ആൻഡ് ഓൾസോ എ സോഷ്യൽ ഡിസ്ഗ്രേസ് ബിക്കോസ് ഓഫ് ക്ലാസ് ഡിഫറൻസസ്. അതിൽ കൊണ്ട് ചാടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ ഈ തള്ള ചെന്ന് പെട്ട് കഴിഞ്ഞാൽ മിറബലിന് വിൽ ലെൻഡ് ഹെർ എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു സോർട്ട് ഇറ്റ് ഔട്ട് only if this lady Wishfort agrees marriage between Mirabel and Milament. അപ്പോൾ ഈ മിസ്സസ് ഫെയ്നോൾ ഈ ഫോയിബിളുമായിട്ട് ഈ പ്ലാനൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം മിസ്സസ് മാർവുഡ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ട, അപ്പോൾ പുള്ളിക്കാരത്തി ഇത് പുറത്ത് നിന്ന് കേൾക്കും. അപ്പോൾ ഈ മിസ്സസ് മാർവുഡ് ഓടിച്ചെന്ന് ഇത് മിസ്സസ് ഫെയ്നോളിൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് എന്ന് പറയും. അപ്പം ഈ കെട്ടിയവൻ്റെ പ്ലാൻ എന്നായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെയ്നോളിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സസ് ഫെയ്നോളിൻ്റെ പൈസ എല്ലാം കൂടെ എടുത്തിട്ട് ഈ മിസ്സസ് മാർവുഡിൻ്റെ കൂടെ തന്നെ ഒളിച്ചോടാനായിട്ടായിരുന്നു ഇരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ മിറബൽ ചെന്ന് അവന് ഇഷ്ടമുള്ള പെണ്ണായ മിലമെൻറ്റിനെ പ്രപ്പോസ് ചെയ്യും ആൻഡ് ഷീ ആക്സെപ്റ്റ്സ് ഇറ്റ് ഹാപ്പിലി. അങ്ങനെ മിറബൽ പോകാനായിട്ട് ഇറങ്ങുമ്പം ഈ ലേഡി വിഷ്ഫോർട്ട് മിലമെൻറ്റിൻ്റെ അടുത്ത് ചെന്ന് പറയും ഷീ വാണ്ട്സ് ഹർ ടു മാരി ഹർ നെഫ്യൂ സർ വിൽഫുളിനെ മാരേജ് ചെയ്യണമെന്ന് പറയും. അതിനുശേഷം കുറച്ച് കഴിയുമ്പം ഈ ലേഡി വിഷ്ഫോർട്ടിന് ഒരു ലെറ്റർ കിട്ടും. അതിൽ ഈ സർ റൗലൻഡിൻ്റെ പ്ലോട്ട് ഇവർക്ക് മനസ്സിലാവുകയാണ്. അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പം ഈ ലേഡി വിഷ്ഫോർട്ട് ഉടനെ ഈ മിറബലിനെ അക്യൂസ് ചെയ്യുവാണ് ഓഫ് ഹാമിങ് ദെയർ വെഡ്ഡിങ്. അങ്ങനെ ഇവർ ഈ വൈറ്റ് വെൽ ഈസ് അറസ്റ്റഡ് ബൈ ഫെയ്നോൾ.
അപ്പം ലേഡി വിഷ്ഫോർട്ട് ഈസ് ഗ്രേറ്റ്ഫുൾ ടു മിസ്സസ് മാർവുഡ് ഫോർ റിവീലിംഗ് ദ പ്രോബ്ലം. മിസ്സസ് മാർവുഡ് ആണ് ഈ പാര വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ കാണുന്ന ഈ ഫെയ്നോൾ, മിസ്സസ് ഫെയ്നോളിന് പണ്ടൊരു അഫെയർ ഉണ്ടായിരുന്നു നമ്മുടെ മിറബെല്ലുമായിട്ട്. അതുപോലെ തന്നെ മിലമെൻ്റ് ഒരു കോൺട്രാക്റ്റ് ഓഫ് ബ്ലാക്ക് മെയിലിംഗ് ലേഡി വിഷ്ഫോർട്ട്, ആ ഒരു പ്ലാൻ മിലമെൻ്റെ ഉണ്ടായി. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഇറ്റ് ടെൽസ് ഹർ ടു നോട്ട് റീമാരി ആൻഡ് ട്രാൻസ്ഫർ ഹർ ഫോർച്യൂൺ ടു ഹിം. അപ്പോൾ ഈ ഫെയ്നോൾ ചെന്നിട്ട് ഈ ലേഡി വിഷ്ഫോർട്ടിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ റീമാരി ചെയ്യേണ്ട കാര്യമില്ല, പകരം ആ ഫോർച്യൂണെല്ലാം ഫെയ്നോളിന് കൊടുത്തേക്കാൻ പറയുവാണ്. പക്ഷേ ആ സമയത്ത് മിറബൽ വന്നിട്ട് ഈ ലേഡി വിഷ്ഫോർട്ടിനെ റെസ്ക്യൂ സേവ് ചെയ്യാനായിട്ട് വരും, ടു സേവ് ഹർ ഫോർച്യൂൺ ആൻഡ് ഓണർ. അങ്ങനെ എല്ലാ ബ്ലാക്ക് മെയിലിംഗ് സ്റ്റോപ്പ് ചെയ്യുകയും എവറിത്തിങ് ഈസ് ബാക്ക് ഇൻ പ്ലേസ്. ഫൈനലി മിലമൻ ഗെറ്റ്സ് ഹർ ഇൻഹെറിറ്റൻസ് ആൻഡ് ബ്ലെസ്സിങ്സ് ടു മാരി മിറബൽ. അങ്ങനെ ഇത് ലേഡി വിഷ്ഫോർട്ടിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം കിട്ടുന്നു. കൺക്ലൂഷനിൽ പറയുവാണെങ്കിൽ ഈ ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് മാരേജ്, ഇൻഫിഡിലിറ്റി ആസ് വെൽ ആസ് ഇൻഹെറിറ്റൻസ്. അതുപോലെ തന്നെ ഇറ്റ് എക്സ്പ്ലോർസ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് വില്ലിങ്നെസ് ടു ഗെറ്റ് വാട്ട് ദേ വാണ്ട് ത്രൂ വാട്ട് എവർ മീൻസ്. എന്ത് വഴിയിലും വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള മനുഷ്യരുടെ ഉദ്ദേശത്തെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ മിറബലാണ് മെയിൻ ക്യാരക്ടർ. യങ് മാൻ അബൌട്ട് ടൗൺ ഇൻ ലവ് വിത്ത് മിലമെൻറ്റ്. മിലമെൻ്റ് എന്ന് പറയുന്ന ഒരു യങ് ചാമിങ് ലേഡിയാണ്, മിറബലിനെ വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ ലേഡി വിഷ്ഫോർട്ടാണ് ഇവരുടെ ആൻറ്റി. പിന്നെ മിസ്സസ് ഫെയ്നോളിൻ്റെ ഫസ്റ്റ് കസിനുമാണ് മിലമെൻറ്റ്. ഫെയ്നോൾ എന്ന് പറയുന്ന ആ ടൗണിലുള്ള ഒരു മനുഷ്യനാണ്. മിറബലിന് അറിയാം അവിടെ തന്നെ ഉള്ള ആളായതുകൊണ്ട്, പക്ഷേ പ്രത്യേകിച്ച് വലിയ ഇഷ്ടമൊന്നുമില്ല ഫെയ്നോളിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഈ ഫെയ്നോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഭാര്യയുടെ പൈസ കണ്ടിട്ട് മാത്രമാണ്. മിസ്സസ് ഫെയ്നോൾ എന്ന് പറയുന്നത് ഈ ഫെയ്നോളിൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ ലേഡി വിഷ്ഫോർട്ടിൻ്റെ ഡോട്ടറാണ് മിലമെൻറ്റിൻ്റെ ഫസ്റ്റ് കസിൻ. ഓക്കെ, അപ്പം ഈ മിസ്സസ് ഫെയ്നോൾ എന്ന് പറയുന്നത് ആദ്യം ഒന്ന് കല്യാണം കഴിച്ചിട്ട് കെട്ടിയവൻ മരിച്ചുപോയി. അപ്പം പക്ഷേ ഒരു ഭയങ്കര പൈസക്കാരിയായിരുന്നു. അപ്പോഴാണ് ഇവർ ഫെയ്നോളിനെ കല്യാണം കഴിച്ചത്. പിന്നെ ഈ മിസ്സസ് ഫെയ്നോളിനെ പറ്റി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് നാൾ മിറബലിൻ്റെ മിസ്ട്രസ്സായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ആ ഭർത്താവ് മരിച്ച സമയത്ത്. ഓക്കെ, മിസ്സസ് മാർവുഡ് എന്ന് പറയുന്നത് ഫെയ്നോളിൻ്റെ മിസ്ട്രസ്, അതായത് ഈ ലേഡി വിഷ്ഫോർട്ടിൻ്റെ മോളുടെ ഭർത്താവിൻ്റെ മിസ്ട്രസ്സായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. പിന്നെ മിസ്സസ് മാർവുഡിനൊരു പ്രണയം ഉണ്ടായിരുന്നു മിറബലിനോട്, ദാറ്റ് ഷീ വാസ് ആൻഡ് പെർഹാപ്സ് സ്റ്റിൽ ഇസ് ഇൻ ലവ് വിത്ത് മിറബൽ. പക്ഷേ മിറബൽ അങ്ങനെ മിസ്സസ് മാർവുഡിന് വലിയ മൈൻഡൊന്നും കൊടുത്തിട്ടില്ല. യങ് വിറ്റ്വുഡ് ഉണ്ട്. ഇയാൾ ലണ്ടനിലേക്ക് വന്നത് ലോ പഠിക്കാനായിട്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഫാഷനബിൾ ആൾക്കാരുടെ ലൈഫ് കുറച്ചും കൂടെ പ്ലസൻ്റായിട്ട് ഇയാൾക്ക് തോന്നി. ഇയാളൊരു ഫൂളിഷായിട്ടുള്ള ആളാണ്, പക്ഷേ ഇയാളുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര വിറ്റൊക്കെ പറയുന്ന ആളായിട്ട് നമുക്ക് തോന്നും. ഇനി ഇയാൾ കുറച്ച് കാലം നമ്മുടെ മിലമെൻറ്റിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്, പക്ഷേ അത് വെറുതെ ഒരു ടൈം പാസ് പോലാന്ന് തോന്നുന്നു. അടുത്തൊരു പെറ്റുലൻ്റ് എന്ന് പറയുന്ന ആളുണ്ട്. അയാൾ ഈ പെറ്റുലൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട വിറ്റ്വുഡിൻ്റെ ഫ്രണ്ടാണ്. അയാളെപ്പോലെ തന്നെ ഒരു അത്യാവശ്യം ഫോളിഷായിട്ടുള്ള ഒരാളാണ്. പിന്നെ കുറേ അപ്പിയറൻസിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ആൻഡ് ഹിസ് നെയിം ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഹിസ് ക്യാരക്ടർ. ഇനി അടുത്ത് വരുന്ന കഥാപാത്രം ലേഡി വിഷ്ഫോർട്ടാണ്. ഓക്കെ, ലേഡി വിഷ്ഫോർട്ട് എന്ന് പറഞ്ഞൊരു വെയിൻ വുമണാണ്. അവർക്ക് 55 വയസ്സുണ്ട്, പക്ഷേ ഇപ്പോഴും ഭയങ്കര സുന്ദരിയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. പുള്ളി മിസ്സസ് ഫെയ്നോളിൻ്റെ അമ്മയാണ് ആൻഡ് ഗാർഡിയൻ ഓഫ് മിലമെൻറ്റ് എന്ന് പറയുന്നത് മിസ്സസ് ഫെയ്നോളിൻ്റെ ഫസ്റ്റ് കസിനാണ്. ഇനി ഈ തള്ളയ്ക്ക് മിറബലിനോട് കുറച്ച് ഇഷ്ടമുണ്ട്, ക്രഷുണ്ട്. ഓൾദോ ഷീ ഈസ് നൗ സ്പൈറ്റ്ഫുൾ ബിക്കോസ് ഹി ഒഫൻഡഡ് ഹർ വാനിറ്റി. ഇവരുടെ വിചാരം ഇവർക്ക് 55-ാമത്തെ വയസ്സിലും ഭയങ്കര സുന്ദരി പോതിരി ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് നടക്കുവാണ് ഈ തള്ള. മിസ്റ്റർ വിറ്റ്വുഡ് എന്ന് പറയുന്നത് യങ് വിറ്റ്വുഡ് ഇല്ലേ, ഫൂളിഷായിട്ടുള്ള ആളാണ്. അയാളുടെ എൽഡർ ബ്രദറാണ്. ഇയാൾക്കിപ്പോൾ 40 വയസ്സുണ്ട്. ഒരു ഗ്രാൻഡ് ടൂർ ഓഫ് യൂറോപ്പ് നടത്താൻ വേണ്ടി ഇയാൾ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ചെറുപ്പക്കാരായിട്ട് ആൾക്കാർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇയാൾ 40-ാമത്തെ വയസ്സിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇയാളും ലേഡി വിഷ്ഫോർട്ടിൻ്റെ ഒരു നെഫ്യൂ ആണ്, ഒരു ഡിസ്റ്റൻറ്റ് നോൺ ബ്ലഡ് റിലേറ്റീവ് ഓഫ് മിലമെൻറ്റ്. അപ്പോൾ ലേഡി വിഷ്ഫോർട്ടിൻ്റെ മനസ്സിൽ മിലമെൻറ്റിന് അനുയോജ്യനായ വരനാണ് ഈ വിറ്റ്വുഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മിലമെൻറ്റിന് ഇഷ്ടമില്ല. ഇനി അടുത്ത് വരുന്ന വെയ്റ്റ്വെൽ എന്ന് പറയുന്നത് മിറബലിൻ്റെ വാലറ്റാണ്.
അപ്പം ഈ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളെന്നുള്ള രീതിയിലാണ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പ്ലേ ഹി ഹാസ് ജസ്റ്റ് ബീൻ മാരീഡ് ടു ഫോയിബിളിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഫോയിബിൾ എന്ന് പറയുന്നത് ലേഡി വിഷ്ഫോർട്ട് ഇല്ലേ, അവരുടെ വേലക്കാരിയാണ്. ഇനി ഈ വെയ്റ്റ്വെൽ ഉണ്ടല്ലോ, ഈ വേലക്കാരിയെ കല്യാണം കഴിച്ചിരിക്കുന്ന ആൾ സർ റൗളൻഡായിട്ട് ആക്ട് ചെയ്തിട്ട് മിറബലിൻ്റെ നോൺ എക്സിസ്റ്റൻ്റ് അങ്കിളായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഈ ലേഡി വിഷ്ഫോർട്ടിനെ വൂ ചെയ്യും. അടുത്ത് വരുന്ന ഫോയിബിൾ എന്ന് പറയുന്നത് അറിയാമല്ലോ, ലേഡി വിഷ്ഫോർട്ടിൻ്റെ വേലക്കാരിയാണ്. അവരാണ് വെയ്റ്റ്വെല്ലിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ മിൻസിങ് എന്ന് പറയുന്നത് മിലമെൻറ്റിൻ്റെ വേലക്കാരിയാണ്. പെഗ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഓൾഡ് ബാച്ചുലർ എന്ന് പറയുന്നതിൻ്റെ സമ്മറി.